ഞാൻ ഏതെല്ലാം വൊക്കാബുലറി ഉപയോഗിക്കണമെന്ന് താങ്കൾ എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരണ്ട. ഞാൻ പറഞ്ഞോളാം. എനിക്ക് പറയാൻ അറിയാം. താങ്കൾ അതുകൊണ്ട് താങ്കളുടെ അവസരത്തിൽ ഇടപെട്ടാൽ മതി. സഹ പാനലിസ്റ്റായി ഇതുപോലെ ചില മനുഷ്യ ജന്മങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ ഇരിക്കുവാൻ കഴിയുന്നതിനെ എനിക്ക് പ്രയാസമുണ്ട്. പ്രശ്നം തീർന്നല്ലോ. ഇതുപോലുള്ള ചില മനുഷ്യ ജന്മങ്ങൾ, ആ മനുഷ്യജന്മം പറയുകയാണ്, തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിൽ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല ഒരു മാനസിക രോഗിയായ അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട ഒരുത്തന്റെ തോന്നിവാസത്തിന് കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് ഇന്ന് വെന്ത് വെണ്ണീറായത് അവരല്ല, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് പറയാം, തെറ്റുപറ്റാത്തവരെ ആരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഡോക്ടർമാർക്ക് കേരള യാത്ര നടത്തേണ്ടി വന്നത്? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാധാരണ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന യാത്ര പോലെ ഇവർ യാത്ര നടത്തുക എന്തിനു വേണ്ടിയിട്ടാ? അതൊന്നും എനിക്കറിയാൻ മേല. ഞങ്ങൾ കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള യാത്ര നടത്തി. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. 56 ഭരണപക്ഷ MLA-മാരെ ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ടു, പരാതി പറഞ്ഞു. ആദ്യം ഭരണവർഗം നന്നാവണം. ഈ കൊട്ടാരക്കര ആശുപത്രി ഇരിക്കുന്ന കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോ IMA തന്ന പരാതി നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ ആരോഗ്യമന്ത്രിയുടെ അടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയണം. അതായത് ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടും എന്ന് ഒരാഴ്ച മുൻപ് കൊല്ലത്ത് നിന്ന് കൊടുത്ത പരാതി, ആ പരാതിന്മേൽ എന്ത് ആക്ഷൻ എടുത്തത്? ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞല്ലോ, പക്ഷെ എന്റെ കാതിൽ കേട്ട, എന്റെ കണ്ണിൽ കണ്ട വാർത്തയാണ് കളിക്കാത്ത നുണ പറഞ്ഞ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദി കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണെന്നുള്ളൊരു തെളിവ് ഞാൻ പറയാം. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. 2021 ഓഗസ്റ്റ് 21 ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ്. എല്ലാ ആശുപത്രിയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. എന്താ ഉറക്കം വരുന്നു. വിമുക്ത ഭടന്മാരെ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം. സുരക്ഷ അതിശക്തമായ രീതിയിൽ പുനഃസ്ഥാപിക്കണം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. 2021 ഓഗസ്റ്റ് മാസം 21 തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ്. 2023 മാർച്ച് 16 കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ നിയമസഭയിൽ വന്ന് പച്ചക്കള്ളം പറയുക. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു കേരളത്തിലെ ആശുപത്രികളിൽ. നിയമസഭാ രേഖയിൽ കിടപ്പുണ്ട്. നിങ്ങൾ ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയുമോ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ ഹൈക്കോടതി പറഞ്ഞ പൂർണ്ണമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന്? അത് പാലിക്കാത്തതിന്റെ പേരിലാണ് ഡോക്ടർമാർ, IMA ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ വന്ന് ആദ്യമായിട്ടാണോ കള്ളം പറയുന്നത്? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. കോവിഡ് കാലത്ത് മരിച്ച ആളുകളുടെ കണക്കിന്റെ കള്ളം പറഞ്ഞു തുടങ്ങി തൊട്ട് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തം അവരേറ്റെടുക്കണം.